ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ദുഃഖറാന തിരുനാളാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സ്നേഹപൂർവ്വം നേരുകയാണ്. ദുഃഖറാൻ എന്ന വാക്കിനർത്ഥം ഓർമ്മ എന്നുള്ളതാണ്. വിശുദ്ധ തോമാസ്ലിഹയുടെ ഓർമ്മ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ തോമാസ്ലിഹയെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സുവിശേഷ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പറയുകയാണ്, ശിഷ്യന്മാരെല്ലാവരും കഥ കടച്ചിരിക്കെ ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു. ആ സമയത്ത് അവിടെ തോമസ് ഉണ്ടായിരുന്നില്ല. തിരികെ തോമസ് വരുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി തോമസിനോട് ഈ ഉചിതനായ ഈശോയെ കണ്ട അനുഭവം വിവരിക്കുകയാണ്. അപ്പൊ തോമസിനെ ഇങ്ങനെ വാശി പിടിക്കുകയാണ്, ഇല്ല ഞാൻ അവനെ കാണാതെ, അവന്റെ മുറിവിൽ എന്റെ കൈവിരലിടാതെ, ഞാൻ അവനെ തൊട്ട് എന്ന് പറയാം, എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഇല്ലാതെ ഞാൻ അവനെ വിശ്വസിക്കുകയില്ല എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ഇങ്ങനെ വാശി പിടിക്കുക എന്നൊക്കെ പറഞ്ഞത്, വാശി പിടിക്കുകയാണ്. തോമസിനെ ഇങ്ങനെ വാശി പിടിച്ച ഒരു കാര്യം നേടിയെടുക്കുകയാണ്. പിന്നീട് ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് തോമസിലെ പറയുന്ന അതേ കാര്യങ്ങൾ അദ്ദേഹത്തിന് സാധിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വാശി പിടിച്ചും ദൈവത്തിന്റെ കയ്യിൽ നിന്നും അനുഗ്രഹം വാങ്ങാമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുനാള് അല്ലെങ്കിൽ തോമസിലെ നമുക്ക് നൽകുന്നത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഇത്രയും ഫ്രീഡം ഉള്ളൊരു ദൈവം നമുക്ക് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വേണം, അല്ലെ? വാശി പിടിച്ചും എനിക്ക് ഓരോ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചെടുക്കാം. കൊച്ചുരേശയുടെ ജീവിതമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ളതായിരിക്കും. കൊച്ചുരേശ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പിണങ്ങുകയും വാശി പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവങ്ങൾ നമ്മൾ ഒരുപാട് വായിച്ചായിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ ദുഃഖറാന്റെ തിരുനാൾ തോമസിലെ നമ്മൾ ഓർക്കുമ്പോൾ തോമസിലെ പോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തില് ദൈവവുമായിട്ടുള്ള ഒരു അടുപ്പത്തിന്റെ പേരിൽ, പിണക്കത്തിന്റെ പേരിലല്ല, മറിച്ച് ദൈവവുമായിട്ടുള്ള ഒരു അടുപ്പത്തിന്റെ പേരിൽ വാശി പിടിച്ച് ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ വാങ്ങിച്ചെടുക്കാനും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്